ഷൊർണൂർ മണ്ഡലം ഇത്തവണ നമ്മൾ വിജയിച്ചിരിക്കും. അതാണ് നമ്മുടെ പ്രവർത്തനത്തിന്റെ മികവ്. UDF മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം, കേരളത്തെ വീണ്ടെടുക്കാനുള്ള രാഷ്ട്രീയം, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി മത വർണ്ണ വർഗ ചിന്തകൾക്ക് അതീതമായി നമ്മൾ ഈ നാട്ടിൽ വികസനം കൊണ്ടുവരും. ആ വികസനം കൊണ്ടുവരാൻ UDF അവസരം തരണം. ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒരു സർക്കാർ അംഗീകൃത കോളേജ് ആരംഭിക്കാൻ അദ്ദേഹം അവസരം കൊടുത്തു. 36 കോളേജുകൾ ആ കാലഘട്ടത്തിൽ 5 കൊല്ലം കൊണ്ട് കേരളത്തിലുണ്ടായി. പക്ഷേ നമ്മുടെ അന്നത്തെ MLA അതിനുവേണ്ടി ശ്രമിച്ചില്ല. 5 കോടി രൂപ അനുവദിച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അത് കഴിഞ്ഞ് 10 കൊല്ലം പിണറായി കഴിച്ചു. 5 കോടി 1 റുപ്യ ആക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷൊർണൂർ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്തപ്പോഴാണ് ഇതിന്റെ റോഡിന്റെ പരിതാപകരമായ അവസ്ഥ നമ്മൾ കണ്ടത്. വളരെ വൈവിധ്യമാർന്ന ഒരു പ്രദേശമാണ് ഷൊർണൂർ നിയോജകമണ്ഡലം. ഒട്ടേറെ പള്ളികളുണ്ട്, ഒട്ടേറെ കലാകാരന്മാരുണ്ട്, വലിയ വലിയ മനകളുണ്ട്, കർഷക തൊഴിലാളികളുണ്ട്, മൺപാത്ര തൊഴിലാളികളുണ്ട്, ശില്പകലയിൽ വിദഗ്ധരായ കരിങ്കൽ തൊഴിലാളികളുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വൈവിധ്യമാർന്ന ഈ പ്രദേശം, കുഴപ്പമണ്ണ മന, സാഹിത്യ സംസ്കൃതിയായ സ്ഥലം, തോൽപ്പാവക്കൂത്ത്, മാപ്പിളക്കലകൾ ഒക്കെ പ്രസിദ്ധീകരിച്ച സ്ഥലം, ഒരു ഹെറിറ്റേജ് ടൂറിസത്തിന് എല്ലാ സാധ്യതയുള്ള സ്ഥലം. ഇത്രയേറെ വൈവിധ്യമായ സ്ഥലത്തെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ഇടതുപക്ഷ ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ MLA-മാർ അതിനുവേണ്ടി ശ്രമിച്ചില്ല എന്നത് നമുക്ക് ഖേദകരമായ അവസ്ഥയാണ്.